ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 കെമിസ്ട്രിയിലെ 7ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വളരെ ചെറിയ ഒരു സമ്മറിയാണ്. നിങ്ങൾ ഈ ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ചാപ്റ്റർ ഒന്ന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ റിവൈസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു സമ്മറിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ആരുടെയാണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന +1ലെ 7th ചാപ്റ്ററിൻ്റെ. ഓക്കെ, എന്താ മക്കളെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ അല്ലടാ? യെസ്. ഇനി ഈ ഓക്സിഡേഷനെയും റിഡക്ഷനെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3 കൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റിന്റെ പേരാണ് ക്ലാസിക്കൽ കൺസെപ്റ്റ്. എന്താ പേര്? ക്ലാസിക്കൽ കൺസെപ്റ്റ്. ക്ലാസിക്കൽ കൺസെപ്റ്റ് പ്രകാരം ആരാണോ ഓക്സിജനെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെ ആഡ് ചെയ്യുന്നത്, അയാൾക്ക് നടക്കുന്ന പ്രോസസ്സാണ് മക്കളെ ഓക്സിഡേഷൻ. അല്ലെങ്കിൽ തിരിച്ചു പറയാം, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പറ. അവിടെ നിങ്ങൾ നോക്കേണ്ടത് റിമൂവൽ ഓഫ് ഓക്സിജനാ. ഓക്സിജനെ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അഡീഷൻ വെച്ച് പറയുകയാണെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആണ് മക്കളെ റിഡക്ഷൻ. ക്ലാസിക്കൽ കൺസെപ്റ്റ് അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് കൺസെപ്റ്റ് നോക്ക്, ഇലക്ട്രോണിക് കൺസെപ്റ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രകാരം ആരാണ് ഓക്സിഡേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത് അയാൾക്ക് ഓക്സിഡേഷൻ. ആരാണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് അയാൾക്ക് റിഡക്ഷൻ. ഇതാണ് മക്കളെ ഇലക്ട്രോണിക് കൺസെപ്റ്റ്. നെക്സ്റ്റ് കൺസെപ്റ്റ് നോക്കടാ മക്കളെ, ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റാ. ആരുടെ ഓക്സിഡേഷൻ നമ്പർ ആണോ കൂടുന്നത് അയാൾക്ക് നടക്കുന്ന പരിപാടിയാണ് മക്കളെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷനാ. അങ്ങനെയാണെങ്കിൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് മക്കളെ റിഡക്ഷൻ എന്ന് പറയുന്നത്. 3 കൺസെപ്റ്റ് വൃത്തിക്ക് പഠിച്ചിരിക്കുന്നു. ഏതൊക്കെയാ? ക്ലാസിക്കൽ കൺസെപ്റ്റ്, പിന്നെ ഇലക്ട്രോണിക് കൺസെപ്റ്റ്, ലാസ്റ്റ് കൺസെപ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്. ഇനി ശ്രദ്ധിക്കണേ മക്കളെ, ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അയാളെ നിങ്ങൾ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ് എന്ന. ആർക്കാണോ റിഡക്ഷൻ നടക്കുന്നത് അയാളെ നിങ്ങളെ വിളിക്കുന്ന പേര് ഓക്സിഡൈസിങ് ഏജന്റ് എന്നാ വിളിക്കുന്നത്. ഓക്കെ അല്ലടാ? യെസ്. ഇനി നോക്കടാ മക്കളെ, നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള കുറച്ച് റൂൾസ്, ട്രിക്കുകളാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കണമെന്നില്ല, ഓർത്ത് വെച്ചാൽ മതി എങ്ങനെയാ ഓക്സിഡേഷൻ നമ്പർ കാണുകയെന്ന്. അതിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, ശ്രദ്ധിച്ചോ മക്കളെ. ഒന്നാമത്തെ കാര്യം, ഒരു എലമെന്റ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു എലമെന്റ് അതിൻ്റെ ഫ്രീ സ്റ്റേറ്റിൽ ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്, അയോൺ എടുക്കുകയാണെങ്കിൽ, എന്താ അയോൺ? ചാർജുള്ള ആളുകളെ എടുത്താൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ അവരുടെ ചാർജ് തന്നെയാണ്. അവരുടെ ഓക്സിഡേഷൻ നമ്പർ അവരുടെ ചാർജ് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളൊരു കോമ്പൗണ്ട് എടുത്ത് അതിലെ എലമെന്റുകളുടെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എടുത്താൽ ആ സമ്മ് 0ക്ക് ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എടുത്തു. എന്നയുടെ ഓക്സിഡേഷൻ നമ്പർ +1, ക്ലോറിൻ -1, വിച്ച് മീൻസ് ഈ +1ഉം -1ഉം കൂടി സം എടുത്താൽ ആൻസർ എത്രയാണ് മക്കളെ? 0 ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ തേർഡ് റൂള്. നോക്കടാ, അടുത്തത് ശ്രദ്ധിച്ചോ. പോളി അറ്റോമിക് അയോണുകൾ, വിച്ച് മീൻസ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് SO4 2- പറയാം. ഇയാളുടെ ചാർജ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SO4ന്റെ ടോട്ടൽ ചാർജ് ആണ് 2- അല്ലെങ്കിൽ -2. അടുത്തത് ആൽക്കലി മെറ്റൽസ്, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് മക്കളെ +1. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് മക്കളെ
+2. പഠിച്ചോ? ഫസ്റ്റ് ഗ്രൂപ്പ് +1, സെക്കൻഡ് ഗ്രൂപ്പ് +2. ഹൈഡ്രജൻ കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഹൈഡ്രജൻ കോമൺ ആയിട്ട് കാണിക്കുന്നത് +1 ആണ്. പക്ഷേ ഹൈഡ്രൈഡുകളുടെ കേസിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഹൈഡ്രൈഡുകളുടെ കേസിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 എങ്ങനെയാ ഹൈഡ്രൈഡ് മനസ്സിലാക്കുക? ശ്രദ്ധിച്ചോ മക്കളെ, സോഡിയം ഹൈഡ്രൈഡ് NaH എന്ന് പറയുന്ന ആള്, ഇതില് സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റാ, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇതാണ് ഹൈഡ്രൈഡിന്റെ കേസ്. ഓക്കെ അല്ലടാ? യെസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അലൂമിനിയം. അലൂമിനിയം എല്ലാ സമയത്തും ഓക്സിഡേഷൻ നമ്പർ കാണിക്കുക +3 ആണ്. അലൂമിനിയം എപ്പോഴും കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. ഓക്കെ അല്ലേ? ഓക്സിജൻ കോമൺ ആയി കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഓക്സിജൻ കോമൺ ആയിട്ട് -2 ആണ് കാണിക്കുക. ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, പെറോക്സൈഡിന്റെ കേസിൽ, പെറോക്സൈഡുകളുടെ കേസിൽ, പെറോക്സൈഡിന്റെ കേസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതുപോലെ തന്നെ സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ, പഠിച്ചു വെക്കണേ, സൂപ്പർ ഓക്സൈഡുകളുടെ കേസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1/2 ആണ്. പഠിച്ചു വെച്ചോ, പെറോക്സൈഡ് -1, സൂപ്പർ ഓക്സൈഡ് -1/2. ഓക്സിജന്റെ കേസിൽ 2 എക്സെപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പഠിച്ചോ, ഹാലോജൻ കോമൺ ആയി കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഫ്ലൂറിൻ എന്ന് പറയുന്ന ഹാലോജൻ എപ്പോഴും -1 മാത്രമേ കാണിക്കൂ. മറ്റു ഹാലോജൻസ് പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പറുകളും കാണിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലടാ? യെസ്. ഇതാണ് റൂൾസ് ഫോർ ഡിറ്റർമൈനിങ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, ബോർഡിലോട്ട് നോക്ക്. ക്വസ്റ്റ്യൻ, സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. ഏതില് മക്കളെ? SO4 2- SO4 എടുത്താൽ അതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടെത്താനാ ക്വസ്റ്റ്യൻ. SO4 2-. ആരുടേതാണോ കാണേണ്ടത് അയാൾക്ക് ഞാൻ X എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പഠിച്ചോ, X പ്ലസ് ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2. 4 ഓക്സിജൻ ഉണ്ട്, 4 × -2 -8 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊണ്ടുപോയി എഴുതരുത്, കാരണം ഈ ടോട്ടൽ ആളുടെ ചാർജ് 2- അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു -2. X ഈസ് ഈക്വൽ ടു -2 + 8, വിച്ച് മീൻസ് സൾഫറിന്റെ ചാർജ് ആണ് +6. ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇതിൽ +6 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കടാ, ഫൈൻഡ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്ലോറിൻ ഇൻ ഈച്ച് ഓഫ് ദി എലമെന്റ്. ഈ തന്നിരിക്കുന്ന എലമെന്റുകളിൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. ഫസ്റ്റ് ആരാ മക്കളെ? ClO3-. ഇത് മൈനസ് ആണ്. ClO3-. ക്ലോറിന് നിങ്ങൾ X കൊടുക്കുക. X പ്ലസ് ഒരു ഓക്സിജന് -2, 3 എണ്ണത്തിന് -6, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ? -1. X is equal to -1 + 6, which means answer is +5 ആണ് മക്കളെ. ClO3- ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി ഇവിടെ നോക്ക്, HCl അറിയാം ഹൈഡ്രജൻ +1, ക്ലോറിന് -1, പറയേണ്ട ആവശ്യമില്ല. അവിടെയുള്ള ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ മക്കളെ? -1 ആണ്. ഓക്സിഡേഷൻ നമ്പർ കാണാൻ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. പഠിച്ചോ. ഇനി മക്കളെ നെക്സ്റ്റ്, സ്റ്റോക്ക് നൊട്ടേഷൻ. എന്താ കുട്ടികളെ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ, ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിലുള്ള മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ റോമൻ ലെറ്ററിൽ റെപ്രസെന്റ് ചെയ്താൽ അതെന്ത് നൊട്ടേഷനായി? സ്റ്റോക്ക് നൊട്ടേഷനായി. ഓക്കെ അല്ലേ? ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് എക്സാമ്പിൾ കാണിച്ചു തന്നാൽ മനസ്സിലാവും മക്കളെ. നോക്കടാ, എക്സാമ്പിൾ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോ. ഇതാ MnO എന്ന് പറയുന്ന ആളില് Mn ആണ് മെറ്റൽ. ആ Mnന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് നോക്കുക. ഓക്സിജൻ നിങ്ങൾക്കറിയാം -2, മാംഗനീസ് അപ്പോ +2. ഈ +2 ബ്രാക്കറ്റിൽ ഞാൻ ഏത് ലെറ്ററിൽ എഴുതുക? റോമൻ ലെറ്ററിൽ എഴുതുക. Mn2 എന്ന് കൊടുത്തു. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്സിജൻ അതേപോലെ തന്നെ കൊടുക്കുക, Mn2O എന്ന് കൊടുത്താൽ MnOയുടെ ഓക്സിഡേഷൻ സ്റ്റോക്ക് നൊട്ടേഷനായി. ബുദ്ധിമുട്ടാണോ? അല്ല, സിമ്പിളാ. FeO നോക്ക്, Fe ആണ് മെറ്റൽ. ഇതിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2. അങ്ങനെയാണെങ്കിൽ അയൺ +2 ആണ്. ആ +2 ഞാൻ ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ എഴുതിയാൽ എന്ത് നൊട്ടേഷനായി? സ്റ്റോക്ക് നൊട്ടേഷനായി. എപ്പോഴും എക്സാമിന്
എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. റൈറ്റ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? യെസ്, സ്റ്റോക്ക് നൊട്ടേഷനും അവിടെ അവസാനിച്ചു. അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആള് റിയാക്ടിവിറ്റി സീരീസ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇവിടെയും പഠിക്കും. എന്താണ് മക്കളെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ? പറ. എലമെന്റുകളുടെ അവരുടെ എന്തിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക? ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ആ സീരീസിനെ വിളിക്കുന്ന പേരാണ് റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? റിയാക്ടിവിറ്റി സീരീസ് മക്കളെ നോക്കടാ. പൊട്ടാഷ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയേൺ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇതാണ് റിയാക്ടിവിറ്റി സീരീസിലെ ഓർഡറായി കൊടുത്തിരിക്കുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും നോക്കണേ, റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. എന്താ മക്കളെ? ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ റിയാക്ടിവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, റിയാക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സീരീസിനെ വിളിക്കുന്ന പേര് റിയാക്ടിവിറ്റി സീരീസ് എന്നാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ് യെസ് യെസ്. നെക്സ്റ്റ് മക്കളെ നോക്ക്, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. എന്താ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ? 4 റിയാക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ റിയാക്ഷന്റെ പേര് കോമ്പിനേഷൻ റിയാക്ഷൻ. ഒറ്റ പോയിന്റ് ഓർത്താൽ മതി. A+B gives C എന്നുള്ള ഫോർമുലയിൽ വരുന്ന എല്ലാ ആൾക്കാരെയും നിങ്ങൾ വിളിക്കുന്ന പേര് കോമ്പിനേഷൻ റിയാക്ഷനാ. 2ഓ അതിൽ കൂടുതലോ ആളുകൾ കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ കോമ്പൗണ്ട് ആവുന്ന റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ കോമ്പിനേഷൻ റിയാക്ഷൻ. എക്സാമ്പിളുകൾ ഒരുപാടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. ഏതൊക്കെയാ? ഒരുപാട് എക്സാമ്പിൾ ഇതാ ബോർഡിൽ തന്നെ. C+O2 gives CO2, 3Mg plus N2 gives Mg3N2 എക്സെട്ര. ഇതൊക്കെ കോമ്പിനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾസാ. മക്കളെ ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഒരു കണ്ടീഷനും കൂടി ഉണ്ട് ഒരാൾ കോമ്പിനേഷൻ റിയാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ. എന്താ കണ്ടീഷൻ എന്നറിയോ? ശ്രദ്ധിച്ചോ. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റന്റ് എലമെന്റൽ ഫോമിലാവണം. ഇവിടെ നോക്ക്, കാർബൺ എലമെന്റാ, ഓക്സിജൻ എലമെന്റാ. രണ്ടാളും എലമെന്റ് ആവണമെന്നൊന്നുമില്ല. ആരെങ്കിലും ഒരാളെങ്കിലും എന്ത് ഫോമിലാവണം? എലമെന്റൽ ഫോമിലായിരിക്കണം. അതാണ് കോമ്പിനേഷൻ റിയാക്ഷന്റെ ഒരു കണ്ടീഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. അടുത്ത റിയാക്ഷന്റെ പേരാണ് മക്കളെ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നേരത്തെ പറഞ്ഞ കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 2 or more കമ്പോണന്റ് കൂടിയിട്ട് ഒരു സിംഗിൾ കമ്പോണന്റ് ആവുന്നു. ഡീകമ്പോസിഷൻ ഒരു സിംഗിൾ കമ്പോണന്റ് സ്പ്ലിറ്റ് ആയിട്ട് 2 or more കമ്പോണന്റ് ആയി മാറുന്നു. C gives A+B, C gives A+B എന്ന ഫോർമുലയിലുള്ള എല്ലാ റിയാക്ഷനെയും നിങ്ങൾ വിളിക്കുക ഡീകമ്പോസിഷൻ എന്ന. പഠിച്ചോ മക്കളെ? ഡീകമ്പോസിഷന്റെ എക്സാമ്പിൾ ഇതാ. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെയാ. വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്ന റിയാക്ഷൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. വേറെയും എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. നെക്സ്റ്റ് ഏതാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സിമ്പിൾ. ഒരു ആറ്റത്തെയോ അല്ലെങ്കിൽ അയോണിനെയോ വേറൊരു ആറ്റമോ അയോണോ വന്ന് ഡിസ്പ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക. ആ റിയാക്ഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചോ. 2 ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും ഉണ്ട്. നോക്കണേ, അതിൽ ആദ്യം പഠിക്കാനുള്ള ആളാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒന്നുമില്ലടാ, ഒരു മെറ്റലിനെ വേറൊരു മെറ്റൽ വന്നിട്ട് എന്ത് ചെയ്യുക? ഡിസ്പ്ലേസ് ചെയ്യുക. വിളിക്കുന്ന പേര് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ടാൽ ഈ സിങ്ക് വന്നിട്ട് ആരെ റീപ്ലേസ് ചെയ്യും? കോപ്പറിനെ റീപ്ലേസ് ചെയ്യും. വിച്ച് മീൻസ് അവിടെ ആരെ കിട്ടുക? ZnSO4 + Cu. കണ്ടോ? സിങ്ക് ഒരു മെറ്റലാ, കോപ്പർ വേറൊരു മെറ്റലാ. സിങ്ക് വന്ന് ആരെ ഡിസ്പ്ലേസ് ചെയ്തു? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. റിയാക്ഷൻ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഒരുപാട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാ. അടുത്തത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒരു നോൺ മെറ്റലിനെ
ഒന്നെങ്കിൽ ഒരു മെറ്റലോ അല്ലെങ്കിൽ ഒരു നോൺ മെറ്റലോ വന്ന് ഡിസ്പ്ലേസ് ചെയ്യുക. ഒരു നോൺ മെറ്റലിനെ ഒന്നെങ്കിൽ ഒരു മെറ്റലോ അല്ലെങ്കിൽ ഒരു നോൺ മെറ്റലോ വന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. അതിൽ തന്നെ നോക്ക്, മെറ്റൽ നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. കണ്ടോ, സോഡിയം എന്ന് പറയുന്ന മെറ്റല് ഇവിടെയുള്ള ഹൈഡ്രജൻ എന്ന് പറയുന്ന നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തു. ആ ടൈപ്പ് റിയാക്ഷൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ ആണല്ലോ. ഒരു എക്സാമ്പിൾ എങ്കിലും എൻ്റെ പൊന്നുമക്കളെ പഠിച്ചിരിക്കണേ. യെസ്. നെക്സ്റ്റ് നോക്കടാ, ഒരു നോൺ മെറ്റൽ വന്നിട്ട് വേറൊരു നോൺ മെറ്റലിനെ തന്നെ ഡിസ്പ്ലേസ് ചെയ്യും. ക്ലോറിൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ വന്നിട്ട് ഇവിടെയുള്ള ബ്രോമിൻ എന്ന് പറയുന്ന വേറൊരു നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്തു. അതാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും അവസാനിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ആരാ? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. എന്താണെന്നറിയോ? എടാ, ഒരു എലമെന്റ് തന്നെ അറ്റ് എ ടൈം അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടത്തുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഒരു എലമെന്റ് തന്നെ അറ്റ് എ ടൈം ഓക്സിഡേഷനും റിഡക്ഷനും നടത്തുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. നോക്കടാ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് കൺസെപ്റ്റ് പക്ക ക്ലിയർ ആവും. ശ്രദ്ധിച്ചോ. 2H2 + O2 ഗീവ്സ്. നോക്കടാ, ഒരു മിനിറ്റ് ശ്രദ്ധിച്ചോ. ഏറ്റവും സിമ്പിളായ ഇമ്പോർട്ടൻ്റ് ആയ എക്സാമ്പിൾ ആണ് 2H2O2 ഗീവ്സ് 2H2O + O2. ഈ എക്സാമ്പിൾ ഡിസ്പ്രപ്പോർഷനേഷൻ ആണോ അല്ലേ എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നുമില്ലടാ, എല്ലാത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പറും കാണുക. ശ്രദ്ധിച്ചോ. ഓക്സിജൻ ഒന്നിന് ഇത് പെറോക്സൈഡാ. പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഇത് -1 ഒന്നിന്. രണ്ടെണ്ണത്തിന് എത്രയാ വരിക? -2 വരിക. ഇത് -2 ആണെങ്കിൽ ഇവിടെ +2 വരണം. അത് 2 ഹൈഡ്രജനാ. അപ്പോൾ ഒരു ഹൈഡ്രജൻ എത്രയാ? +1. വെള്ളത്തിൽ ഓക്സിജൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും -2 എന്ന വാട്ടറിലെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇത് +2 വരണം. രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ ഒന്നിന് +1. ഓക്സിജൻ ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അത് 0. നോക്കടാ, ഇവിടെ ഓക്സിജൻ -1, അത് ഇവിടെ എത്തിയപ്പോൾ -2 ആയി. വിച്ച് മീൻസ് അവിടെ നടക്കുന്നത് എന്താ കുട്ടികളെ? റിഡക്ഷൻ. ഇവിടെ ഓക്സിജൻ -1, അത് ഇവിടെ എത്തിയപ്പോൾ 0 ആയി. വിച്ച് മീൻസ് അവിടെ നടക്കുന്ന പ്രോസസ്സാണ് മക്കളെ ഓക്സിഡേഷൻ. റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്ന ആള് ഓക്സിജനാ. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനെ നിങ്ങൾ എന്ത് വിളിക്കും? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ. യെസ്. നെക്സ്റ്റ് നോക്കടാ മക്കളെ, ബാലൻസിങ് ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് മെത്തേഡ്. ഒന്നാമത്തെ മെത്തേഡിന്റെ പേര് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡിന്റെ പേര് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അയോൺ ഇലക്ട്രോൺ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡുകൾ വെച്ചാണ് നിങ്ങളൊരു റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യേണ്ടത്. ചോദിക്കും മക്കളെ, കൺഫേം ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ റിയാക്ഷനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡിന്റെ കുറേ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചെയ്യാൻ കുറേ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിലൂടെ കാണിച്ചു തരാൻ പോവാ. നോക്കടാ, ഇതാണ് നിങ്ങളുടെ ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഈ റിഡോക്സ് റിയാക്ഷനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം മക്കളെ? ബാലൻസ് ചെയ്യണം. ഈ റിയാക്ഷന് നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് തന്നെ. എന്താ ഒന്നാമത്തെ സ്റ്റെപ്പ്? എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റിയാക്ഷൻ അത് അതേപോലെ എടുത്തെഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഇവരുടെ ഒക്കെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. Cr2O7 ആണ് പ്ലസ്, പിന്നെ ആരാ മക്കളെ? Cr2O7 പ്ലസ് ആരാ? Cr2O7 പ്ലസ് SO3 നോക്കണേ, SO3 പ്ലസ് Cr gives ആരാ? gives Cr3 പ്ലസ് SO4 ഇതിൽ എല്ലാ ആൾക്കാരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. പഠിച്ചോ മക്കളെ? നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടെത്തിയതാണ് ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 1 +6 വരിക. സൾഫർ ഇവിടെ വരുന്നത് എത്രയാ മക്കളെ? 3 ഉണ്ട് അല്ലേ? അപ്പോൾ -6 -2 പോയാൽ ഇവിടെ എത്രയാ വരിക? സൾഫറിന് X കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, X + -6 = -2. X = -2 + 6 വിച്ച് മീൻസ് +4 ആണ് സൾഫറിന്റെ ഓക്സിഡേഷൻ
നമ്പർ. പഠിക്കണേ പൊന്നുമക്കളെ, സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +4 ആണ്. ഓക്കെ അല്ലേ? ക്രോമിയം 3+ ആണ്. ഇവിടെ സൾഫർ എത്രയാ വരിക? പറ. SO4 2 -8. ഇവിടെ വരുന്നത് +6 ആണ് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ. വിച്ച് മീൻസ് സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പറുകൾ എഴുതുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മക്കളെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പ്. പഠിച്ചോ? ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നതെന്ന് കണ്ടെത്തണം. ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്ന് കണ്ടെത്തണം. അതാണ് നിങ്ങളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്. പഠിച്ചു മക്കളെ. ആർക്കാ ഓക്സിഡേഷൻ? ക്രോമിയം 1 +6, അപ്പോൾ രണ്ടെണ്ണത്തിന് +12. ഇവിടെ +3 ആയി. +12 +3 ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. എത്ര കുറഞ്ഞു? 6 കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ എത്ര കുറഞ്ഞു മക്കളെ? 6 കുറഞ്ഞു. അതിനു മുമ്പ് ചെറിയൊരു കാര്യം കൂടി ചെയ്യണേ. ഇവിടെ 2 ആണ്, ഇവിടെയും നിങ്ങൾ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കറക്റ്റ് കിട്ടൂ. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയായിട്ട് മാറി? 1 +3 ആയിരുന്നു, രണ്ടെണ്ണത്തിന് എത്രയാ? +6. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, +12 +6 ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എത്ര കുറഞ്ഞു മക്കളെ? 6 ആയിട്ട് കുറഞ്ഞു. ഇനി ഇവിടെ നോക്കടാ, സൾഫർ എത്രയാ? +4. ആ +4 ഇവിടെ എത്തിയപ്പോൾ എത്രയായി മക്കളെ? +6 ആയി. വിച്ച് മീൻസ് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ 4 ഉള്ളത് 6 ആയിട്ടായി. വിച്ച് മീൻസ് ഓക്സിഡേഷൻ നമ്പർ കൂടി. എത്ര കൂടി എൻ്റെ പൊന്നു മക്കളെ? 2 കൂടി. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി 6ഉം 2ഉം നമ്മൾ ഈക്വൽ ആക്കണം. അതിന് ചെയ്യേണ്ട പരിപാടി എന്താ? 2ന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 6ന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 കൊണ്ട്. അപ്പം 6ഉം 2ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈക്വൽ ആക്കാൻ പറ്റും. എങ്ങനെയാ ഈക്വൽ ആക്കുക? എവിടെയാണോ സൾഫർ കാണുന്നത് ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. നോക്കടാ, നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഇപ്പൊ കിട്ടിയ ആ ഇക്വേഷൻ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ ആ ഇക്വേഷനിൽ ആരാ? ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. ഇതിൽ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാർ ആരാ കുട്ടികളെ ഉള്ളത്? പറഞ്ഞ എല്ലാവരും ബാലൻസ്ഡാ. ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എല്ലാ ആൾക്കാരും ഇതിൽ എന്താണ്? ബാലൻസ്ഡാ. 2 ക്രോമിയം 2 ക്രോമിയം, 3 സൾഫർ 3 സൾഫർ. ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത എല്ലാ ആൾക്കാരും ബാലൻസ് ആയി. നാലാമത്തെ സ്റ്റെപ്പിൽ, 5ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കടാ. നിങ്ങൾ 5ാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ചാർജിനെ ബാലൻസ് ചെയ്യുക. എങ്ങനെയെന്നറിയോ? H+ ആഡ് ചെയ്യണം. അസിഡിക് മീഡിയത്തിലാണെങ്കിൽ H+, ബേസിക് മീഡിയത്തിലാണെങ്കിൽ OH-. ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ത് മീഡിയമാ? അസിഡിക് മീഡിയമാ. ചാർജിനെ എങ്ങനെ ബാലൻസ് ചെയ്യുക? എടാ, 2 സൈഡിലെ ചാർജ് നോക്കുക. ലെഫ്റ്റ് റൈറ്റ്. ലെഫ്റ്റ് സൈഡിൽ എത്ര ചാർജ് ഉണ്ട്? ഇവിടെ -2 ആ ഉള്ളത്. ഇവിടെ 3 × -2 -6, വിച്ച് മീൻസ് ലെഫ്റ്റിൽ -8. റൈറ്റിൽ 2 × 3 +6. 3 × 2 -6. ഇവിടെ 0. എടാ, ഇവിടെ -8, ഇവിടെ 0. 2 സൈഡിലെയും ചാർജ് സെയിം അല്ല. അതുകൊണ്ട് ഈ -8നെ എനിക്ക് 0 ആക്കണം. വിച്ച് മീൻസ് അസിഡിക് മീഡിയം ആയതുകൊണ്ട് നിങ്ങൾ ആരെ ആഡ് ചെയ്യേണ്ടത്? H+നെ ആഡ് ചെയ്യുക. -8 ഉള്ള ഈ റിയാക്റ്റന്റ് സൈഡിൽ നിങ്ങൾ ആരെ ആഡ് ചെയ്യുക? H+നെ ആഡ് ചെയ്യുക. 3SO3 2-. ഇവിടെ -8നെ +8 ആക്കണം. വിച്ച് മീൻസ് അതിനെ +8ലോട്ട് കൺവേർട്ട് ചെയ്യണം, രണ്ടും കൂടി കട്ടാവാൻ. എത്ര H+ ആഡ് ചെയ്യണം? 8H+ ആഡ് ചെയ്യുക. 8H+ ആഡ് ചെയ്യുക. ഗീവ്സ് ബാക്കി 2Cr3++ 3SO4 2-. 5ാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. 6ാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക ബൈ ആഡിങ് വാട്ടർ. വെള്ളം ആഡ് ചെയ്ത് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുക. Cr2O7 2- പ്ലസ് 3SO3 2- പ്ലസ് 8H+ ഗീവ്സ് ആരാ മക്കളെ? പറ. ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജനേ ഇല്ല. അപ്പോൾ അവിടെയാണ് നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യേണ്ടത്, വെള്ളം ആഡ് ചെയ്യേണ്ടത്. എത്ര വെള്ളം ആഡ് ചെയ്യണം? പറ. 8 ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ ഒരു വാട്ടറിൽ 2 ഹൈഡ്രജൻ. അപ്പോൾ 8 ഹൈഡ്രജൻ കിട്ടണമെങ്കിൽ എത്ര വാട്ടർ ആഡ് ചെയ്യണം? 4 വാട്ടർ ആഡ് ചെയ്താൽ ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ അല്ലടാ? ബൈ ഏത് മെത്തേഡാ? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. മക്കളെ, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ
താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ നോട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യണം. അത് മാത്രമല്ല ഈ നോട്ട് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ പുതിയ ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പിള്ളേർ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ കവർ ചെയ്യും. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. അതുമാത്രമല്ല ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സപ്പോർട്ടും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. എങ്ങനെയാ മക്കളെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് നമ്മളൊരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് ഈസി, സിമ്പിളാണ്. ശ്രദ്ധിച്ചോ, ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറഞ്ഞാലും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു മാറ്റവുമില്ല. റൈറ്റ് ദ സ്കെലിറ്റൽ ഇക്വേഷൻ അതേപോലെ എടുത്തെഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒറ്റ കാര്യം ചെയ്താൽ മതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ റിയാക്ഷനിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ കണ്ടെത്തുക. Fe2+ ആണ് പ്ലസ് Cr2O7 2- ആണ് ഗീവ്സ് Fe3+ പ്ലസ് Cr3+. ഓക്സിഡേഷൻ നമ്പർ ക്രോമിയം 1 +6 ആണെന്ന് നിങ്ങൾക്കറിയാം. ശ്രദ്ധിച്ചോ, Fe2+ ആരായിട്ട് മാറി? Fe3+ ആയിട്ട് മാറി. ഇവിടെ Cr+6 ഉള്ള ആൾ ഇവിടെ +3 ആയി. വിച്ച് മീൻസ് ഇവിടെ നടക്കുന്ന പരിപാടിയാണ് ഓക്സിഡേഷൻ, ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താ? റിഡക്ഷൻ. ഇനി 2 ഹാഫാക്കി മുറിക്കുക. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും. ആരാ ഓക്സിഡേഷൻ ഹാഫ്? Fe2+ ഗീവ്സ് ആരാ മക്കളെ? Fe3+. ഇതാണ് ഓക്സിഡേഷൻ ഹാഫ്. ആരാ റിഡക്ഷൻ ഹാഫ്? Cr2O7 2- ഗീവ്സ് ആരാ മക്കളെ? Cr3+. ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. റിയാക്ഷനെ 2 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓക്സിഡേഷൻ ഹാഫും റിഡക്ഷൻ ഹാഫും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാരെ ബാലൻസ് ചെയ്യുക. എടാ ഇതിൽ ആരാ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആള്? ആരാ മക്കളെ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാർ? ആരാ ഓക്സിജനും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാർ? ഇവിടെ നോക്കടാ, ശ്രദ്ധിച്ചോ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒന്നാമത്തതിൽ ആരെങ്കിലും മാറ്റാനുണ്ടോ? ഓക്സിഡേഷൻ ഹാഫിൽ നമുക്ക് ആരും മാറ്റാനില്ല. കാരണം അവിടെ Fe2+ എന്തായിട്ടാ മാറുന്നത്? Fe3+ ആയിട്ടാ മാറുന്നത്. ഡൗട്ടില്ലല്ലോ. ഇനി റിഡക്ഷൻ ഹാഫിലാണ് മാറ്റം വരിക. എന്താ റിഡക്ഷൻ ഹാഫ്? Cr2O7 2- ഗീവ്സ് Cr3+ എന്ന. ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ ഒന്നുള്ളൂ. അതിനെന്താക്കി? 2 ക്രോമിയമാക്കി. ക്ലിയർ ആണല്ലോ. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്യുക. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് H+ ആഡ് ചെയ്യുക. പറഞ്ഞ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്യുക, ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്യുക. പക്ഷേ അത് ബേസിക് മീഡിയത്തിലാണെങ്കിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ OH- ആണ് ആഡ് ചെയ്യേണ്ടത് എന്നുകൂടി ഓർത്തു വെക്കണേ. പറ എങ്ങനെയാ മക്കളെ ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യുക? ഓക്സിഡേഷൻ ഹാഫിൽ ഒരു മാറ്റവുമില്ല. Fe2+ എന്തായിട്ട് മാറുന്നു? Fe3+ ആയിട്ട് മാറുന്നു. ഇനി റിഡക്ഷൻ ഹാഫിലാണ് നമ്മുടെ ചേഞ്ച്. പറ Cr2O7 2- ഉണ്ട്. ഇവിടെ ഗീവ്സ് ആരാ? 2Cr3+. വിച്ച് മീൻസ് നോക്കടാ, 7 ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ ഇല്ല. ഓക്സിജനെ ആഡ് ചെയ്യാൻ ഇവിടെ 7 വാട്ടർ ആഡ് ചെയ്യുക. 7 വാട്ടർ ആഡ് ചെയ്താൽ മക്കളെ 7 × 2 14 ഹൈഡ്രജൻ അവിടെ വന്നു. അപ്പൊ റിയാക്റ്റന്റ് സൈഡിൽ എത്ര H+ ആഡ് ചെയ്യണം? 14 H+ ആഡ് ചെയ്യണം. കഴിഞ്ഞു മക്കളെ നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചാർജിനെ ബാലൻസ് ചെയ്യുക. ചാർജിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇലക്ട്രോൺ. ആരാ ആഡ് ചെയ്യേണ്ടത്? ഇലക്ട്രോൺ.
ഇലക്ട്രോണെ വെച്ചിട്ട് നിങ്ങൾ ചാർജ് ബാലൻസ് ചെയ്യുക. നോക്കടാ, ഓക്സിഡേഷൻ ഹാഫിലെ എങ്ങനെ നിങ്ങൾ ഇലക്ട്രോൺ വെച്ച് ആഡ് ചെയ്യും? Fe2+, ഇവിടെ എത്തിയപ്പോൾ ആരായി? Fe3+ ആയി. 2+, 3+, ചാർജ് ഈക്വൽ അല്ല. 3+നെ 2+ ആക്കാൻ ഞാൻ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ മതി. അടുത്തത് പറയടാ, റിഡക്ഷൻ ഹാഫ് പറ. റിഡക്ഷൻ ഹാഫ് Cr2O7 2- ഉണ്ടല്ലോ, +14H+ ഉണ്ടല്ലോ, ഗീവ്സ് മക്കളെ പറ 2Cr3++ 7H2O. നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ മക്കളെ, പഠിച്ചോ. ഇവിടെ 2 ക്രോമിയം ഉണ്ടല്ലോ, ഇവിടെ ചാർജ് എത്രയാ? -2 ആ, ഇവിടെ +14 ആ, വിച്ച് മീൻസ് -2 +14 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒറിജിനൽ ചാർജ് എത്രയാ? +12. ഇവിടെ +6 വിച്ച് മീൻസ് +12നെ എനിക്ക് +6 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എത്ര ഇലക്ട്രോൺ ആഡ് ചെയ്യണം മക്കളെ? 6 ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. 1 ഇലക്ട്രോണും 6 ഇലക്ട്രോണും സെയിം ആണോ? അല്ല. സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിഡേഷൻ ഹാഫിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, റിഡക്ഷൻ ഹാഫിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6 ഇലക്ട്രോണും 1 ഇലക്ട്രോണും സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാം മക്കളെ പറ? ഓക്സിഡേഷൻ ഹാഫിനെ മൊത്തത്തിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? ഓക്സിഡേഷൻ ഹാഫിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6Fe2+ ഗീവ്സ് 6Fe3++ 1 ഇലക്ട്രോൺ ഉള്ളത് 6 ഇലക്ട്രോൺ ആവും. ഇതാണ് നിങ്ങളുടെ ഓക്സിഡേഷൻ ഹാഫ്. ഇനി ഇതേപോലെ തന്നെ റിഡക്ഷൻ ഹാഫിനെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്താ റിഡക്ഷൻ ഹാഫ്? Cr2O7 2- +14H++ 6 ഇലക്ട്രോൺ ഗീവ്സ് ആരാ മക്കളെ? 2Cr3++ ആരായിരുന്നു? 2Cr3++ 7H2O. ഡൗട്ട് ഇല്ലല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുക. 6ാമത്തെ സ്റ്റെപ്പ് ഓക്സിഡേഷൻ ഹാഫും അതുപോലെ തന്നെ റിഡക്ഷൻ ഹാഫും കൂടി കൂട്ടുക. എങ്ങനെ കൂട്ടുക മക്കളെ? റൈറ്റ് സൈഡ് ഒരുമിച്ച് കൂട്ടുക. 6Fe2++ Cr2O7 2- +14H++ 6 ഇലക്ട്രോൺ ഗീവ്സ് ഇപ്പുറത്താരാ? 6Fe3++ ആരാ? 6 ഇലക്ട്രോൺ പ്ലസ് 2Cr3++ 7H2O. മക്കളെ, കോമൺ ആയ 6 ഇലക്ട്രോണും കട്ടായാൽ ദിസ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി നമ്മൾ ബാലൻസ്ഡ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ അല്ലടാ? 2 മെത്തേഡും പഠിക്കണേ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും. സാറ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് രണ്ടും നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നോക്കണം ലാസ്റ്റ് ടോപ്പിക്, ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഒറ്റ കാര്യം പഠിച്ചാൽ മതി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഒരു ഗാൽവാനിക് സെല്ലിന്റെ എക്സാമ്പിൾ ആണ് മക്കളെ ഡാനിയൽ സെല്ല്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡുമായ ഗാൽവാനിക് സെല്ലിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ എന്താ വിളിക്കുക? ഒരു ഡാനിയൽ സെൽ എന്നാ വിളിക്കുക. ഇത് പഠിക്കാൻ ഒരു കോഡ് ഉണ്ട്, കോഡാണ് ലോൺ. എന്താ കോഡ്? ലോൺ. ലെഫ്റ്റില് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. എന്താ കോഡ്? ലെഫ്റ്റില് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. വിച്ച് മീൻസ് ലെഫ്റ്റ് സൈഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, അവിടെ ഉള്ള ആള് ആനോഡാണ്, അവിടുത്തെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ റൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും, ലോൺ ഓർത്താൽ മതി. ഓക്കെ അല്ലടാ? ഇനി അതിന്റെ കെമിക്കൽ റിയാക്ഷൻ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആനോഡ് ആണല്ലോ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ്. എന്താ ഓക്സിഡേഷൻ? സിങ്ക് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Zn2++ 2 ഇലക്ട്രോൺ ആവും. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോ മക്കളെ, Cu2+ 2 ഇലക്ട്രോൺ വാങ്ങിയിട്ട് ആരായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇതിന്റെ ടോട്ടൽ റിഡോക്സ് റിയാക്ഷൻ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? Zn+ രണ്ടും കൂടി ആഡ് ചെയ്യുക. Cu2+ gives Zn2++ Cu. ഇതാണ് മക്കളെ ഓവറോൾ റിഡോക്സ് റിയാക്ഷൻ. ഇനി ഒരു കാര്യം കൂടി പഠിച്ചോ, ഈ ഡാനിയൽ സെല്ലിൽ ഇലക്ട്രോണിന്റെ ഫ്ലോ എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പഠിച്ചോ മക്കളെ, ഫ്രം ആനോഡ് ടു എങ്ങോട്ടാ? കാഥോഡ് ആണ് ഡാനിയൽ സെല്ലിലെ ഇലക്ട്രോണിന്റെ ഫ്ലോ. കറണ്ടിന്റെ ഫ്ലോ ചോദിച്ചാൽ തിരിച്ച് കാഥോഡ് ടു ആനോഡ് ആണെന്ന് കൂടി ഓർത്ത് വെച്ചാൽ റിഡോക്സ് റിയാക്ഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞു.
ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ, ഈ സമ്മറി കണ്ടു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ മക്കളെ, ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി സമ്മറികളുമായി നമ്മൾ വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു, ബൈ. ഓക്കെ.